പരിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിന്റെ 179-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. വലഹും അയ്യുനും ലാ യുബ്സിറൂന ബിഹ, അതേപോലെ തന്നെ വലഹും ആദാനും ലാ യസ്മഊന ബിഹ. അതായത് ചില ആളുകൾക്ക് അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ ആ കണ്ണ് വെച്ച് അവർക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള ആളുകൾ. കാതുകളുണ്ട്, പക്ഷേ കേൾക്കാൻ കഴിയാത്ത ആളുകൾ. അതായത് കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാത്ത ആളുകൾ, അതേപോലെ തന്നെ ചെവിയുണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള മീഡിയകളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. അവരതൊന്നും അറിഞ്ഞിട്ടേയില്ല എന്നുള്ള ഭാവത്തിൽ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമ്മുൻ ബുക്കുമുൻ അമ്യുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത്. അന്ധരും ബധിരരും മൂകരായിട്ടുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജന്മന അന്ധരായിട്ടുള്ള അന്ധരെ സംബന്ധിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആളുകളെ ആക്ഷേപിക്കുക അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മറിച്ച് ആ കണ്ണും കാതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും കാണേണ്ടത് കാണാതെ അന്ധത നടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കേൾക്കേണ്ടത് കേൾക്കാതെ ബധിരത അത് അഭിനയിക്കുന്ന ആളുകൾ, അതേ രൂപത്തിലുള്ള സമീപനം വെച്ച് പുലർത്തുന്ന നിരവധി ഭരണാധികാരികൾ അല്ലെങ്കിൽ മീഡിയകളെല്ലാം നമ്മൾ നിരന്തരം കാണേണ്ടി വരികയാണ്. കൺമുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അതായത് അന്ധത നടിക്കുന്ന ആളുകൾ. ഇനി അത് കണ്ടാലും അതിനെ തലകീഴായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച നേതാക്കളും മീഡിയകളും നമ്മൾ നിരന്തരം കാണേണ്ടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ 22-ാമത്തെ വചനത്തിൽ ആ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചും അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്ന ചില ആളുകൾ അവരാണോ സന്മാർഗം പ്രാപിച്ചത്? അതല്ല അമ്മൻ യംശി സബിയൻ അലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതല്ലെങ്കിൽ നേരായ വഴിയിലൂടെ നേർക്കുനേരെ നടക്കുന്നവരാണോ? രണ്ട് വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരാമർശിക്കുന്നത്. മുഖം നിലത്തുകുത്തി തലകീഴായിട്ട് നടക്കുക, അതായത് നമുക്കറിയാം അത് അബ്നോർമലാണ്. യാഥാർത്ഥ്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ നേർക്ക് നേരാണ് നടക്കാറുള്ളത്. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യത്തെ തലകീഴായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണോ യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. സ്വന്തം ജീവനും അല്ലെങ്കിൽ സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി വടിയെടുക്കുന്ന ആളുകൾ, അവരെ ദേശദ്രോഹികളായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ കലാപകാരികളായിട്ടുള്ള ആളുകളെ ദേശസ്നേഹികളായിട്ട് തലകീഴായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ നിരന്തരം കാണേണ്ടി വരികയാണ്. ആ രൂപത്തിൽ യാഥാർത്ഥ്യത്തെ തലകീഴായിട്ട് മറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള അക്രമികളായിട്ടുള്ള ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ഉണർത്തുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തു പോയാൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരുപക്ഷെ